നെക്സ്റ്റ് വരുന്നത് ഡ്യുവൽ ആക്സിസ് ചാർട്ട് ആണ്. അപ്പം ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറെന്റ് മെഷേഴ്സ്, അതായത് രണ്ട് ഡിഫറെന്റ് മെഷേഴ്സിനെ സെയിം ചാർട്ടിൽ എങ്ങനെ പ്ലോട്ട് ചെയ്യാമെന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പം ഇതുവഴി നമുക്ക് ആ രണ്ട് ഡിഫറെന്റ് മെഷേഴ്സിനെ കമ്പയർ ചെയ്യാൻ പറ്റും. അതുപോലെ രണ്ട് വേരിയബിൾസിന് ഇടയിലുള്ള റിലേഷൻഷിപ്പ്, രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ട്രെൻഡ്സ് ഒക്കെ അനലൈസ് ചെയ്യാൻ ഇതുവഴി നമുക്ക് സാധിക്കും. അപ്പം ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നെ ഇവിടെ ഓർഡർ ഡേറ്റും സെയിൽസും ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ബേസിൽ ആദ്യം പ്ലോട്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഓരോ കാറ്റഗറീസിനെയും സെപ്പറേറ്റ് ചെയ്ത് കാണുന്നുണ്ട്. അപ്പം നമുക്ക് ടാബ്ലോ ഓപ്പൺ ചെയ്യാം. എക്സലിൽ നിന്ന് അമേസിംഗ് മാർട്ട് നമ്മൾ ഓൾറെഡി എടുത്തതാണ്. ഈ ഒരു ഡാറ്റ സെറ്റ് ഇവിടെ ഓപ്പൺ ചെയ്യാം. ലിസ്റ്റ് ഓഫ് ഓർഡേഴ്സും ഓർഡർ ബ്രേക്ക് ഡൗണും തമ്മിൽ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ വീണ്ടും ഡാറ്റ സെറ്റ് എടുക്കാം. അമേസിംഗ് മാർട്ട് ഓപ്പൺ ചെയ്യാം. സെയിൽസ് ടാർഗറ്റ് കൊടുക്കാം. ഇനി ഷീറ്റ് 1ലേക്ക് പോവാം. അപ്പം ഇവിടെ രണ്ടെണ്ണമായിട്ട് കൊടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ബ്ലെൻഡ് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് രണ്ടെണ്ണമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ലിസ്റ്റ് ഓഫ് ഓർഡേഴ്സും ഓക്കെ വേറെ എന്തായിരുന്നു, ലിസ്റ്റ് ഓഫ് ഓർഡേഴ്സും ഓർഡർ ബ്രേക്ക് ഡൗൺ. ഓക്കെ, ഓർഡർ ബ്രേക്ക് ഡൗൺ ഒരുമിച്ച് വന്നിട്ടുണ്ട്. പിന്നെ സെയിൽസ് ടാർഗറ്റ് വേറൊരു ഇതിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് അവർ പറഞ്ഞിരിക്കുന്നത് എന്താ, ഓർഡർ ഡേറ്റിനെ കോളംസിലേക്കും അതുപോലെ സെയിൽസിനെ റോസിലേക്കും ഡ്രാഗ് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ കാറ്റഗറീനെ കളേഴ്സിലേക്ക് ഡ്രാഗ് ചെയ്ത് വെക്കാം. നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ ചാർട്ട് പോലെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് ഇയറിന്റെ ബേസിലല്ല മന്തിന്റെ ബേസിലാണ് കാണേണ്ടത്. അപ്പൊ ഞാനിവിടെ മന്ത് സെലക്ട് ചെയ്ത് കൊടുത്തു. ദെൻ എനിക്ക് ഇവിടെ ഈ ഒരു ലൈൻ ചാർട്ടിന് പകരം ബാർ ഗ്രാഫ് മതി. ഓക്കെ, അപ്പം ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോ ഇപ്പൊ ഈ കാറ്റഗറി ഇല്ലെങ്കിൽ ഇവിടെ എന്താണ് സെയിൽസ്, അതായത് ഓരോ മന്തിലും നടന്ന സെയിൽസ് എത്രയാണെന്നുള്ളതാണ് കാണിക്കുന്നത്. കണ്ടോ, ഓരോ മന്തിലും എത്രത്തോളം സെയിൽസ് ഉണ്ടായിരുന്നു, ഏത് മന്തിലാണ് കൂടുതൽ സെയിൽസ് ഉണ്ടായെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇനി കാറ്റഗറീനെ നമ്മൾ കളറിലേക്ക് ഡ്രാഗ് ചെയ്തെടുപ്പോ ഏത് കാറ്റഗറി, ഓരോ കാറ്റഗറിയുടെയും സെയിൽസ്, അതായത് ഓരോ മന്തിലെയും ഓരോ കാറ്റഗറിയുടെ സെയിൽസും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ 3 കാറ്റഗറീസ് വരുന്നുണ്ട്. 3 കാറ്റഗറീസിനെയും ഡിഫറെന്റ് കളേഴ്സിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഓരോ കാറ്റഗറിനെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റും അതിന്റെ സെയിൽസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതിനെ എന്താ എഡിറ്റ് ബ്ലെൻഡ് റിലേഷൻഷിപ്പ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനു മുമ്പ് നമുക്ക് ഇവിടെ കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാറ്റഗറീനെ നമ്മൾ കളറിൽ നിന്ന് റോസിലേക്ക് കൊണ്ടിടണം. പിന്നെ ഇവിടെ വേറൊരു ഫീൽഡും കൂടി ആഡ് ചെയ്യണം. ഓക്കെ, അപ്പം കാറ്റഗറീനെ ഇപ്പം കളേഴ്സിൽ നിന്ന് ഞാനിവിടെ റോസിലേക്ക് ഡ്രാഗ് ചെയ്തിട്ടാണ്. ഇവിടെ ഓൾറെഡി സെയിൽസ് ഉണ്ട്. ഞാനിവിടെ ടാർഗറ്റും കൂടി ആഡ് ചെയ്യണം. അപ്പൊ ടാർഗറ്റ് കിടക്കുന്നത് സെയിൽസ് ടാർഗറ്റ് എന്ന് പറയുന്ന ആ ഒരു ഡാറ്റ സെറ്റിലാണ്. ഓക്കെ, അപ്പം നമ്മളുടെ ഈ ഒരു ചാർട്ടില് ഡിഫറെന്റ് കാറ്റഗറീസിന്റെ സെയിൽസും ടാർഗറ്റും നമുക്ക് കാണാൻ പറ്റും. അതായത് ഫർണിച്ചറിന്റെ സെയിൽസ് ടാർഗറ്റ് കാണാം, ഓഫീസ് സപ്ലൈസിന്റെ സെയിൽസ് ടാർഗറ്റ്, ടെക്നോളജീസിന്റെ സെയിൽസ് ടാർഗറ്റ്. അപ്പൊ 3 കാറ്റഗറീസിന്റെയും സെയിൽസും ടാർഗറ്റും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ദെൻ ഇനി പറയുന്നത് എന്താ, ഇനി ഇതിന്റെ വേണമെങ്കിൽ നമുക്ക് കളറൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ സെയിൽസിന് വേണമെങ്കിൽ നമുക്ക് കണ്ടോ വേറെ ഏതെങ്കിലും കളേഴ്സ് വെക്കും. ഇനി നമുക്ക് ഡാറ്റയിൽ ചെന്ന് എഡിറ്റ് ബ്ലെൻഡ് റിലേഷൻഷിപ്പ് എടുക്കാന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ എന്താ ചെയ്യേണ്ടത്, നമ്മളോട് ഇവിടെ മന്തിനെയും ഡേറ്റിനെയും ഇവിടെ എഡിറ്റ് റിലേഷൻഷിപ്പിൽ കൊടുക്കണം. ഓക്കെ, ആ ഒരു ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പം കസ്റ്റം സെലക്ട് ചെയ്തു, ആഡ് കൊടുക്കാം. ഓർഡർ ഡേറ്റ് സെലക്ട് ചെയ്തിട്ട് ആദ്യം മന്തിനെ സെലക്ട്